തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ഊർജം പകരാൻ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തിരുവനന്തപുരത്തെത്തി. ബിജെപി ദേശീയ അധ്യക്ഷന് തലസ്ഥാനത്ത് ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. അല്പസമയത്തിനകം ആറ്റിങ്ങലിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2:30-നാണ് NDAയുടെ പ്രകടന പത്രിക ബിജെപി ദേശീയ അധ്യക്ഷൻ പുറത്തിറക്കുക. വി ബിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനീഷ്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലും അതോടൊപ്പം തന്നെ പാലക്കാട്ടുമെത്തി റോഡ് ഷോ നടത്തി ബിജെപിയുടെ രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചു മടങ്ങിയതേയുള്ളൂ. ഏപ്രിൽ മാസം 4-ാം തീയതി വീണ്ടും പ്രധാനമന്ത്രി എത്തുകയാണ് തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ കോട്ടയത്തും. ഇതാ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ 2 ദിവസത്തെ പര്യടനത്തിനായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണ് വരുന്ന 2 ദിവസം? തീർച്ചയായിട്ടും ദേശീയ അധ്യക്ഷൻ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ, അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗം ഇപ്പോൾ ആറ്റിങ്ങലിലേക്കാണ് തിരിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിൽ അല്പസമയത്തിനകം തന്നെ 12:30 തന്നെ ആറ്റിങ്ങൽ 3-ാം മോഡിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. എന്തായിരുന്നാലും BJP സംബന്ധിച്ചിടത്തോളം ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്തെത്തി പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നത് അത് BJPക്ക് ഏറ്റവും വലിയ കരുത്തേകുന്ന തരത്തിൽ തന്നെയാണ്. അദ്ദേഹം വൈകുന്നേരത്തോടു കൂടി ഒരുപക്ഷെ സംസ്ഥാന നേതാക്കളുമായി ഒരുപക്ഷെ ആശയവിനിമയം നടത്തും എന്ന് തന്നെയാണ്, കോർ ടീമിൻ്റെ നേതാക്കളുമായി ആശയവിനിമയം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ചൂടേറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ദേശീയ അധ്യക്ഷൻ്റെ സംസ്ഥാനത്തെ സന്ദർശനം അത് ഏറെ പ്രയോജനകരമാകും BJPയെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനകം തന്നെ 12:30 ആറ്റിങ്ങലിൽ നിന്ന് അദ്ദേഹം റോഡ് ഷോ ആരംഭിക്കും. ആറ്റിങ്ങൽ 3-ാം മോഡിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അതിനുശേഷം അതിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം BJP സ്ഥാനാർത്ഥിമാരും ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം BJP മാനിഫെസ്റ്റോയുടെ ഇനാഗുറേഷനാണ്. അത് BJPയുടെ ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന പരിപാടിയാണ്. അത് 2 മണിക്കാണ് തിരുവനന്തപുരത്തെ ശ്രീമൂലം ക്ലബ്ബിൽ വെച്ചാണ് ഈ 2 മണിക്ക് ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങ്. BJP ദേശീയ അധ്യക്ഷൻ തന്നെയാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറ്റവും നിർണായകമായ ഒരു പ്രകടന പത്രികയായിരിക്കും ഇത്തവണ BJP പുറത്തിറക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പ്രകടന പത്രികയ്ക്ക് ബദലായിട്ടുള്ളതായിരിക്കും CPMൻ്റെ പ്രകടന പത്രിക ഇറങ്ങാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബദൽ പ്രകടന പത്രികയുടെ ഒരു വിവരണം തന്നെയായിരിക്കും BJPയുടെ ഈ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ കാര്യകർത്താക്കളുടെ മീറ്റിങ്ങുകളിൽ അദ്ദേഹം ഭാഗമാകും. ഏറ്റവും കോർ ടീമിൻ്റെ മീറ്റിങ്ങിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം കൊല്ലത്തേക്ക് തിരിക്കും. അവിടെ കരുനാഗപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഷെഡ്യൂൾ ഇത്തരത്തിലാണ്. മറ്റു ഷെഡ്യൂളുകൾ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായിരുന്നാലും BJP പ്രവർത്തകർക്ക് ആവേശം തരുന്ന തരത്തിൽ, BJP പ്രവർത്തകർക്ക് ആഹ്ലാദം നൽകുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരിക്കും ഈ BJP ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്ത് എത്തിയതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. കാരണം വലിയ കരുത്തു പകരുന്ന തരത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ BJPയുടെ മുഖം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന BJP ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്തെത്തുന്നത് BJPക്ക് രാഷ്ട്രീയമായി തന്നെ ഗുണം ചെയ്യും. അത് സംഘടനാ തലത്തിലും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും. കാരണം ഈ സംഘടനാ തലത്തിൽ ഉണർത്തുക, സംഘടനയെ കൂടുതൽ ശക്തമാക്കുക, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അത് ചൂടേറി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP ദേശീയ അധ്യക്ഷൻ്റെ കേരള സന്ദർശനം. അത് അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ആദ്യ പരിപാടി ആറ്റിങ്ങലിലെ 3 മുക്കിൽ നിന്ന് ആരംഭിക്കും. റോഡ് ഷോയാണ് അവിടെ ഉള്ള പരിപാടി. ആ പരിപാടിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രകടന പത്രിക BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന് നേടുമ്പോൾ BJP പ്രഖ്യാപിക്കാൻ പോകുന്ന പ്രകടന പത്രികയുടെ ഉദ്ഘാടനം, അതിൻ്റെ ലോഞ്ചിങ് പ്രധാനമായും BJP ദേശീയ അധ്യക്ഷൻ നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും വലിയ കാര്യങ്ങളുണ്ടാകും. ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ BJP പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ബിനീഷ്, അല്പസമയത്തിനകം തന്നെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുക്കുന്ന റോഡ് ഷോ ആറ്റിങ്ങലിൽ ആരംഭിക്കുകയാണ്. BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തെത്തിയ
മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അതിനാൽ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സ്ഥലത്തേക്കാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അല്പസമയത്തിനകം എത്തുക. നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നിതിൻ നബീന് ആവേശ ഉജ്ജ്വലമായ സ്വീകരണം BJP പ്രവർത്തകർ നൽകിയിരുന്നു. വി ബിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.